ഒരു യഥാർത്ഥ ഭക്തന്റെ മനസ്സിലാണ് സാക്ഷാൽ ഭഗവാൻ കുടികൊള്ളുന്നത്. അവരുടെ ഹൃദയത്തിലാണ് ഭഗവാൻ വസിക്കുന്നത്. മനസ്സിൽ ആത്മാർത്ഥ ഭക്തിയുള്ളവർക്ക് ഈശ്വരനെ പൂജിക്കുന്നതിന് വേണ്ടി സ്വന്തം ആരാധ്യദേവൻ തന്നെ സ്വയം മുൻപിലുണ്ടാകണമെന്നത് അനിവാര്യമായ കാര്യമല്ല. അവർക്ക് സദാ തങ്ങളുടെ മനോനേത്രങ്ങളിലൂടെ അനുനിമിഷം ഭഗവത് ദർശനം പ്രാപ്തമാകുന്നു. അവരുടെ ഓരോ പ്രാണകണങ്ങളിൽ പോലും ഭഗവാൻ ഉണ്ടായിരിക്കും. മഹായോഗിയായ മഹാദേവൻ, ജഗദ്ഗുരുവായ മഹാദേവൻ, മഹാദേവൻ പാലാഴിമഥനം നടത്തിയതിനു ശേഷം കാളകൂട വിഷം സ്വന്തം കണ്ഠത്തിൽ വഹിച്ചില്ലായിരുന്നുവെങ്കിൽ ഈ പ്രപഞ്ചം തന്നെ സമാപ്തമാകുമായിരുന്നു. ഈ ദൗത്യം നിർവഹിക്കുവാനുള്ള ക്ഷമത അദ്ദേഹത്തിന് മാത്രമാണുള്ളത്. ആയതിനാൽ അദ്ദേഹത്തെ ദേവന്മാരുടെ ദേവനായ മഹാദേവൻ എന്ന നാമത്തിൽ സംബോധന ചെയ്യുന്നു. എപ്പോഴെല്ലാം ഭക്തൻ ഭഗവാനെ ധ്യാനിക്കുന്നുവോ അപ്പോഴെല്ലാം സാക്ഷാൽ ഭഗവാനും ഭക്തന്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്. എന്നാൽ ചില നിമിഷങ്ങളിൽ ഭക്തൻ ഭഗവാനെ ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ പോലും അപ്പോഴും ഭഗവാൻ ഭക്തന്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതായിരിക്കും. അതിനാൽ നീ പറയുന്ന കാര്യങ്ങൾ ഉചിതം തന്നെയാണെന്ന് നാം കർമ്മ